രാഹുൽ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് മാധ്യമങ്ങളെ കാണുകയാണ്, പത്രസമ്മേളനം നടത്തുകയാണ്. അദ്ദേഹം അങ്ങ് ആരോപിക്കുകയാണ്, VD സതീശൻ സർക്കാർ RSSന് വിധേയപ്പെട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ചില മന്ത്രിമാർ പതുക്കെയും ചില മന്ത്രിമാർ ഉറക്കെയും RSSന് അനുഭാവിത്വം പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ VD സതീശൻ സർക്കാർ RSSന്റെ സേവകരാണ് എന്നൊക്കെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ശരിക്കും കേരളത്തിൽ ആരാണ് RSSനെ താങ്ങാൻ പോയിട്ടുള്ളത്? എനിക്ക് ഗോവിന്ദമാഷിനോട് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ പിണറായി വിജയൻ BJPയുടെ അല്ലെങ്കിൽ RSSന്റെ മുതിർന്ന നേതാക്കന്മാരെ രഹസ്യമായിട്ട് ഒരു ഹോട്ടലിൽ വെച്ച് കാണാൻ പോയി എന്ന് പറയുന്നൊരു വിഷയമുണ്ടായിരുന്നു. അതിനെതിരെ ഒരു വാക്കുകൊണ്ട് പോലും സ്വകാര്യ വസതിയിൽ പോയാണ് കണ്ടത്. അത് അമിത്ഷയെ കാണാൻ പോയി. ഇതല്ല, കേരളത്തിൽ വെച്ച് ബാക്കിയുള്ള പാർട്ടി നേതാക്കന്മാരെ എല്ലാം മാറ്റി നിർത്തി പിണറായി വിജയൻ ഒറ്റയ്ക്ക് പോയി സംസാരിക്കുന്ന ഒരു വിഷയമുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന് വേണമെങ്കിൽ വിമർശിക്കാമായിരുന്നു, അത് ശരിയായില്ല, അല്ലെങ്കിൽ അന്ന് അതിനെ വിമർശിച്ചിരുന്നെങ്കിൽ ഒരു വിഷയവുമില്ലായിരുന്നു. അതേപോലെ തന്നെ ഗോവിന്ദമാഷ് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മാധ്യമത്തിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, പണ്ട് ഞങ്ങൾ ജനസംഘത്തിനോടൊപ്പം നിന്നിട്ടായിരുന്നു മത്സരിച്ചത്, പണ്ട് ഞങ്ങൾ സംഘികളായിരുന്നു. അദ്ദേഹത്തിന് ആ ഒരു പ്രസ്താവന ഒഴിവാക്കിയിരുന്നെങ്കിൽ ഒരു 100 വോട്ടെങ്കിലും കിട്ടിയേനെ. പാർട്ടി വോട്ട് 100 പോവില്ലായിരുന്നു. അപ്പോൾ സ്വന്തം പാർട്ടിയിലെ ചില നിലപാടുകൾ ഒന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ വന്നിരുന്നിട്ട് ഇന്ന് ഭരിക്കുന്ന ആളുകൾ സംഘപരിവാറുകാരാണ് എന്ന് വിളിച്ചു പറയേണ്ട ഒരു ആവശ്യവുമില്ലായിരുന്നു. 3 പേര് അധികാരത്തിൽ വന്നിട്ടുണ്ട് സംഘപരിവാറിന്റെ അല്ലെങ്കിൽ BJPയുടെ അജണ്ട ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. ആ 3 പേരും എങ്ങനെയാണ് നിയമസഭയിലേക്ക് വന്നത് എന്ന് ഒന്ന് പുറമേ പോയി ചിന്തിച്ചാൽ, അല്ലെങ്കിൽ പുറകെ പോയെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ഏത് വഴിക്കാണ് എന്ന് ഗോവിന്ദമാഷിന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ 3 മണ്ഡലങ്ങളിൽ മുൻപുണ്ടായിരുന്ന MLA-മാർ ഏത് പാർട്ടിയുടെയാണ് ഏത് മുന്നണിയുടെ ആണെന്ന് കൂടി ഒന്ന് ചിന്തിച്ചതിന് ശേഷം സംസാരിക്കേണ്ടിയിരിക്കുന്നു. അതെ, ഇവിടെ യഥാർത്ഥത്തിൽ ഒരു അജണ്ട നടക്കുകയാണ്. VD സതീശൻ ഇതിനു മുമ്പിട്ടേ VD സതീശനെ സംഘിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ചാപ്പകുത്തലുകൾ നടന്നിട്ടുണ്ട്. അദ്ദേഹം പണ്ട് ഏതോ ഒരു പരിപാടിയിൽ പോയ സമയത്ത് അവിടെ ഭാരതമാതാവ് ഉണ്ടായിരുന്നു. ആ ഭാരതമാതാവിൻ്റെ അവിടെ തിരികൊളുത്തുമ്പോൾ അപ്പുറത്തെ ചിത്രത്തിൽ ഗോഡ് വാക്കറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ സംഘി സതീശൻ പണ്ട് സംഖ്യയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും CPM-കാർ പ്രചരിപ്പിക്കുന്ന ഒരു ഫോട്ടോ അത് തന്നെയാണ്. അതുകൂടാതെ അദ്ദേഹം ഇതിനു മുമ്പിട്ട് ഒരു സ്വകാര്യ യാത്ര പോയിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഒരു യാത്ര പോയിരുന്നു. സ്വകാര്യ യാത്രയല്ല, അത് സ്റ്റാഫ് മുഴുവൻ ആളുകളും ഉണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ ചില ആളുകളെ കണ്ടിരുന്നു. അപ്പോൾ അത് സംഘപരിവാറിന്റെ ആളുകളാക്കാൻ വേണ്ടിയിട്ട് ഇവർ നടത്തുന്ന ചില വ്യഗ്രതകളുണ്ട്. അതായത് സതീശനെ സംഘിയാക്കുക, സംഘപരിവാറിന്റെ ലക്ഷ്യങ്ങളാണ് ഇവിടെ നടപ്പാക്കാൻ പോകുന്നത് എന്ന് ആദ്യമേ തന്നെ പ്രചരിപ്പിക്കുക. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളല്ലാതെ മറ്റാരും സംഘപരിവാറിനെ നേരിടാനില്ല, ഇവരവരുടെ വാളുകളാണ്, ഇതാണ് ഇവരുടെ അജണ്ട. ആരുണ്ട് LDF അല്ലാതെ എന്ന് ചോദിക്കുന്നവരാണ്. പക്ഷേ ഒരു മറു ചോദ്യം എന്റെ ഭാഗത്ത് നിന്ന്, ഇപ്പോൾ ഈ CPM ആണല്ലോ BJP ഏറ്റവും കൂടുതൽ എതിർക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു നഗരസഭയിലോ പഞ്ചായത്തിലോ BJPയെ താഴെ ഇറക്കാൻ, ഇപ്പോൾ BJP ഭരണത്തിലുണ്ടെങ്കിൽ അവരെ താഴെ ഇറക്കാൻ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കേണ്ടത് ആരായിരിക്കും? CPM LDF ആയിരിക്കണമല്ലോ. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാകുന്നു. BJPക്ക് താഴെ ഇറങ്ങാൻ ഒരു അവസരവുമായി UDF മുന്നോട്ട് വരുന്നു, അവിശ്വാസ പ്രമേയവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. അവിടെ എന്തോ ഒരു തടസ്സമുണ്ടല്ലോ. തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല, വേറെ 1-2 പഞ്ചായത്തുകളും ഇതേപോലെ BJP അധികാരത്തിൽ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരായി മാറിയത് CPM-മാരാണ്. CPM കോൺഗ്രസ് എന്നൊരു കൈ കൊടുത്തിരുന്നെങ്കിൽ അത് കൃത്യമായിട്ട് കോൺഗ്രസ്സുകാർ ചർച്ചയ്ക്ക് വരെ വിളിച്ചു, പക്ഷേ CPM-മാർ പോയില്ല. അപ്പോൾ CPM-നെ സംബന്ധിച്ചപ്പോഴും ഞങ്ങൾ മാത്രമേ BJPയെ എതിർക്കാനുള്ളൂ, വേറെ ആരും BJPയെ ഇല്ല എന്നുള്ളൊരു സ്റ്റാൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിയമസഭയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സർക്കാർ അധികാരമേറ്റിട്ട് 30 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. PM ശ്രീ പദ്ധതി ആരാണ് ഒപ്പിട്ടത്? പിണറായി വിജയനായിരുന്നു ഒപ്പിട്ടത്. ഇതിന്റെ പേരിൽ സമരം ചെയ്യുന്ന ആരായിപ്പോ? പറയുന്ന ന്യായീകരണം എന്ന് പറയുന്നത് ഇതാണ്, ഒപ്പിട്ടത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് കുറച്ച് പൈസയുടെ ആവശ്യം വന്നപ്പോൾ ഞങ്ങളത് ചെയ്തു, നിങ്ങൾ എന്തുകൊണ്ട് പിന്മാറുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. എന്ത് ന്യായീകരണമാണ് ഇതിന് പറയുന്നത് എന്ന് ചോദിക്കാൻ പോലും എനിക്ക് ഉളുപ്പാവും. കാരണം ആ രീതിയിലാണ് ഇവരുടെ ഓരോ പ്രസ്താവനകളും. ഇവര് കഴിഞ്ഞ കാലങ്ങളിൽ എടുത്തിരുന്ന നിലപാടുകൾ, ആ നിലപാടുകളാണ് ഇവര് ഇന്ന് ചോദ്യം ചെയ്യുന്നത്.
കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ ചെയ്തിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെ ഇന്ന് UDF-ന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കോ, നികുതി കുറയ്ക്കുന്ന മദ്യത്തിന് നികുതി കുറച്ചൊരു വിഷയം ഉണ്ടായിരുന്നു. നികുതി കുറയ്ക്കുന്നത് നല്ല കാര്യം തന്നെയല്ലേ? ഇവിടെ കുടിയന്മാര് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നത് 100 രൂപയുടെ ഒരു സാധനം അവർ 600-700 രൂപ കൊടുത്തിട്ടാണ് അവർ വാങ്ങിക്കുന്നത്. ആ ജനങ്ങളെ നിങ്ങൾ പറ്റിക്കുകയല്ലേ? അതുപോലെ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷങ്ങളായി ഈ പറഞ്ഞ ബാറുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് 28 ബാറിൽ നിന്നും 900 ബാറിലേക്ക് എത്തി. അതെ, ഇത്രയും കൂട്ടുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് സർക്കാർ ധനസമ്പാദന മാർഗമായി കണ്ടുകൊണ്ടിരുന്നത് ബിവറേജുകളെയാണ്. ബെവ്കോയാണ് പണം, സംസ്ഥാനത്തിന് പണം വരണോ, കൂടുതൽ മദ്യം വിറ്റഴിച്ചു പോകണം. കൂടുതൽ മദ്യം എന്നതിനേക്കാൾ ഉപരി 1 ലിറ്റർ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു 250% ടാക്സ് കൊടുക്കുക. ഇത് ഈ പറഞ്ഞ ടാക്സ് കുറയ്ക്കുന്നതിനെ എതിർക്കുകയാണ്. കാരണം പണം വരില്ല എന്നാണ് പറയുന്നത്. നാട്ടുകാരുടെ ഈ പറഞ്ഞ സാധാരണക്കാരുടെ ആരോഗ്യം വെച്ച്, അല്ലെങ്കിൽ പണമുള്ളവരുടെയോ പണമില്ലാത്തവരുടെയോ ആരോഗ്യം വെച്ച് പണം ഉണ്ടാക്കാൻ നടന്നിരുന്നൊരു സർക്കാരിൽ നിന്ന് ഇപ്പോൾ വ്യത്യസ്തരാവുകയാണ്. അവിടെ പ്രതിഷേധം ഉണ്ടാവുന്നു. പ്രിയദർശിനി വരുന്നു, ഉദ്ഘാടന സമ്മേളനത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല. അവിടെ ഏതൊരു നല്ല കാര്യം നടന്നാലും അതിന്റെ ഒരു പോസിറ്റീവ് സൈഡിനെ എംബ്രേസ് ചെയ്യാതെ അതിനു വേണ്ടിയിട്ട് പ്രശ്നമുണ്ടാക്കുക, പ്രതിഷേധമുണ്ടാക്കുക, ഒരു അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കാതിരിക്കുക, ഞങ്ങളുടെ നയവുമായിട്ട്, ഞങ്ങളുടെ എന്താ പറയാ തത്വങ്ങളുമായിട്ട് ഒത്തുപോകില്ല, നയമായിട്ട് താത്വിക അവലോകനങ്ങൾക്ക് പറ്റിയതല്ല. അല്ല, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോ VD സതീശൻ എന്താണ് പറഞ്ഞത്? ഞങ്ങൾ അധികാരത്തിൽ കയറിയതേ ഉള്ളൂ. കയറുന്നതിന്റെ അന്ന് തന്നെ കേന്ദ്രവുമായിട്ട് കൊമ്പ് കോർക്കാൻ ഞങ്ങളില്ല. കേന്ദ്രത്തിന്റെ നിലപാടുകളിൽ കേരള ജനതയ്ക്ക് അല്ലെങ്കിൽ മതേതര നിലപാടുകൾക്ക് എന്തെങ്കിലും കോട്ടം വരുന്ന രീതിയിലൊരു വിഷയമാണെങ്കിൽ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യും, ഞങ്ങൾ അതിനെതിരെ പറയും. പക്ഷേ ഒരു കാര്യവുമില്ലാതെ ഞങ്ങൾ എന്തിനാണ് BJP-ക്കെതിരെ കൊമ്പ് ഓർക്കാൻ പോകുന്നത് ചോദിക്കുന്നത് എന്താണ് തെറ്റ്? BJP ആണ് കേരളം ഭരിക്കുന്നത്. കേരളത്തിൽ ഇപ്പം നമുക്കറിയാം ഇത്രയും വലിയ സ്റ്റേറ്റുകൾ, ഇപ്പോൾ ഓരോ സ്റ്റേറ്റുകളും ചേർന്നിട്ടാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം മുന്നോട്ട് പോകുന്നത്. നമ്മൾ ടാക്സ് അടയ്ക്കുമ്പോൾ കേരളത്തിന് മാത്രമാണോ ടാക്സ് അടയ്ക്കുന്നത്? അല്ലല്ലോ. CGST, SGST അങ്ങനെ തുടങ്ങി കേന്ദ്രത്തിലേക്കും കൂടെയാണ് ഈ പൈസ പോകുന്നത്. ഈ പൈസ ഇവിടെ നിന്നും കേന്ദ്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്നും പൈസ നമ്മൾക്ക് തിരിച്ചു വാങ്ങിക്കണ്ടേ? അത് നമ്മളുടെ അവകാശമല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ GST-യുടെ കാലഘട്ടത്തിൽ ഞങ്ങളെ കേന്ദ്രം പറ്റിച്ചു, ഞങ്ങളെ കേന്ദ്രം ഞെരുക്കുന്നു എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്? നിയമസഭയിൽ നിർമ്മലാ സീതാരാമൻ എണ്ണീറ്റ് എന്ന് പറഞ്ഞ എന്താണ്? കേരളം കണക്ക് തന്നിട്ടില്ല, നിങ്ങൾ കണക്ക് തരൂ, കണക്ക് തന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പണം ഞങ്ങൾ നിങ്ങൾക്ക് വിട്ടുതരും. ഇത് കണക്കും കൊടുക്കത്തില്ല, ഇങ്ങോട്ട് തന്നുകൊണ്ടിരിക്കണം. ഇതിനൊരു ന്യായീകരണവും ഉണ്ട്. നിങ്ങളുടെ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട. എന്തൗദാര്യം? ഈ കേന്ദ്രം നമുക്ക് തരേണ്ട അവകാശത്തെയാണ് ഇവർ ഞങ്ങൾക്ക് ഔദാര്യം വേണ്ട എന്ന് പറഞ്ഞ ആദർശം ഇറക്കിക്കൊണ്ട് 2 റീൽസും കൂടെ ഇടുമ്പോൾ കുറച്ച് മാസാകും മാത്രമാണ്. ഇവരെ സംബന്ധിച്ച് ആദർശങ്ങൾ മാത്രമേ കയ്യിലുള്ളതേ. ആദർശങ്ങൾ വെച്ച് മാത്രം നമുക്ക് ആഹാരം കഴിച്ചു പോകാൻ കഴിയുമോ? ഈ ആദർശവും നടപ്പിലാക്കുന്നതല്ല, വാക്കിൽ മാത്രം ഉള്ളതാണ്. സാധാരണപ്പെട്ടവന്റെ പട്ടിണി മാറ്റുന്നതായിരിക്കണം ആദർശം. ആദർശങ്ങൾക്കപ്പുറത്തേക്ക് നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ഊർജം വേണം. ആത്മാഭിമാനമുള്ള മനുഷ്യരാണ് എല്ലാവരും. ആ ആത്മാഭിമാനം സംരക്ഷിക്കുന്ന രീതിയിലുള്ള ആദർശങ്ങളായിരിക്കണം വേണ്ടത്. ആദർശങ്ങൾ പറയാൻ എളുപ്പമാണ്, പക്ഷേ ആദർശങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മുടെ ജനതയെ അവരെയൊന്നും ദുരിതത്തിൽ ഇടാൻ വേണ്ടി മാത്രമാണ് ആദർശം. ഇപ്പോൾ ആദർശം പേര് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ദുരിതത്തിലല്ലേ, കഴിക്കാൻ ഒരു വക പോലും ഇല്ല. അങ്ങനെ ജീവിച്ചാൽ മതിയോ? നമുക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമില്ലേ? ഇപ്പോൾ എന്തുകൊണ്ടാണ് നേരത്തെ P. രാജീവിനെ എല്ലാവരും കളിയാക്കുന്നത്? അദ്ദേഹത്തിന്റെ താത്വികമായിട്ടുള്ള അവലോകനം ഉണ്ടായിരുന്നു, അതിനെയാണ് എല്ലാവരും ഇട്ട് കളിയാക്കുന്നത്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ താത്വിക അവലോകനം? ഇവിടെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് പട്ടയം അനുവദിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഇവിടുത്തെ ലോകശക്തി വളരും. ലോകശക്തി അല്ലല്ലോ, അവിടെ മുതലാളിത്ത ശക്തികൾ വളരും. അതായത് സാധാരണപ്പെട്ടവന് വീട് കൊടുക്കുമ്പോൾ അവന് വീടായി, അപ്പൊ അവന് പിന്നെ കുളിക്കാൻ സോപ്പ് വേണം, പേസ്റ്റ് വേണം, ജീവിത നിലവാരം കൂടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വേണം. ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ മുതലാളിമാരുടെ അടുത്തേക്ക് പോകണം. മുതലാളിമാർക്ക് കൂടുതൽ ഉണ്ടാക്കണം, കൂടുതൽ പൈസ കിട്ടും. അങ്ങനെ മുതലാളിത്ത രാജ്യമായിട്ട് മാറും. ഇതാണ് ഇവരുടെ സ്ഥിതി. സാധാരണപ്പെട്ട മനുഷ്യൻ, മണ്ണിൽ പണിയെടുക്കുന്ന ഒരു തുണ്ട് ഭൂമി ഇല്ലാത്ത മനുഷ്യന് സർക്കാർ ഒരു പട്ടയം കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിനെയാണ്, അല്ലെങ്കിൽ സർക്കാർ പട്ടയം കൊടുത്തു കഴിഞ്ഞാൽ, സൗജന്യമായിട്ടൊരു വീട് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വസ്തു കൊടുത്തു കഴിഞ്ഞാൽ അവൻ വ്യവസായ വിപ്ലവത്തിന് അല്ലെങ്കിൽ മുതലാളിത്ത വിപ്ലവത്തിന് മുതലാളിമാർക്ക് വിടുവേല ചെയ്യുന്ന ആളുകളായിട്ട് മാറും. അപ്പോൾ ഇവരെല്ലാം ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ P. രാജീവിനെ പോലുള്ള മുൻ മന്ത്രിമാർ വിചാരിക്കുന്നത്
ഇവരെല്ലാം ഈ പറഞ്ഞ നോർമൽ ലിവിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ ബിലോ ആവറേജ് ലിവിങ്ങിൽ നിന്ന് മുകളിലേക്ക് വരാൻ പാടില്ല, പക്ഷേ അതിദരിദ്രർ ഇല്ലതാനും. അപ്പോൾ ഇതിന്റെയൊക്കെ പരിണിത ഫലമാണ് ഈ പറഞ്ഞ മന്ത്രിമാരുടെ തോൽവിക്ക് കാരണവും. അല്ല, എപ്പോഴും പറയും കമ്മ്യൂണിസം എന്ന് പറയുന്നത്, കമ്മ്യൂണിസം വളരണമെങ്കിൽ അവിടെ പട്ടിണിയും ദാരിദ്ര്യവും ഉണ്ടാവണം. ഈ ദാരിദ്ര്യം ഉണ്ടാക്കലാണ് നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ സാധാരണപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ച് എന്താണ്, അവന്റെ ജീവിത നിലവാരം ഉയർത്തുക, അവന് ഈ സമൂഹത്തിൽ എല്ലാവരും ജീവിക്കുന്നത് പോലെ തുല്യ നീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകണം. അതാണ് അവരുടെ എല്ലാം ആഗ്രഹം. ആ ആഗ്രഹത്തിന് എന്താണോ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, അവിടെ BJP എന്നോ കോൺഗ്രസ് എന്നോ CPM എന്നോ മറ്റൊന്നുമില്ല. ഇവരെ എല്ലാം തെരഞ്ഞെടുത്ത ആരാണ്? ഇന്ത്യയിലെ ജനങ്ങളാണ്. ഭരണഘടന ശരിവെച്ചിട്ടുള്ള രീതിയിലാണ് ഇവരെല്ലാം അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതിനെ അംഗീകരിക്കാൻ കൂടി പഠിക്കുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യവും യഥാർത്ഥ ജനാധിപത്യവും യഥാർത്ഥ സോഷ്യലിസവും. അവിടെ നമ്മൾക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ ചോദിച്ചു വാങ്ങിക്കുക. അത് അവകാശമാണ്, അല്ലാതെ ഔദാര്യമല്ല.